ഉമാ തോമസും അതുപോലെ മറ്റു വനിതാ നേതാക്കൾ പലരും അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങള് എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ തീരുമാനമെടുത്തു. അതൊക്കെ കേരളത്തിൽ ഈ CPM ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്, ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത്. ഞാനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്, ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത്. അത് തെറ്റാണ്. അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ സ്ത്രീകളെ എത്ര പേരെ CPM ആക്രമിച്ചു? അന്നൊന്നും ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ. കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ ഉൾപ്പെടെ ഇപ്പോൾ പൊതുയിടങ്ങളിൽ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ആരെ ആക്രമിക്കാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ്. അത് അവസാനിപ്പിക്കണം. 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല നിലപാട്. ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇനി അതിട്ട് ചുരണ്ടണ്ട. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ. ചോദ്യത്തിന് ഉത്തരം പല പ്രാവശ്യം കൃത്യമായിട്ട് നിങ്ങൾ 10 പേരോട് ചോദിക്കണം. ഇന്നും പുറത്താക്കിയിട്ടല്ല, ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കും. അതല്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച്. അല്ല, അത് ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ച് തീരുമാനിച്ചു. മനസ്സിലായതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് ഇറങ്ങുന്നത്. ഈ നിലവിൽ ഇത്രയും നടപടികളൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രാഥമികമായെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു അന്വേഷണം വേണ്ടേ? ഇപ്പൊ അങ്ങനെയായി. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു. ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടുകൂടിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്ത് പോയി. ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അഭിനന്ദിച്ചു.